ഗായ്സ് വെൽക്കം ബാക്ക്. നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു വെറൈറ്റി കുക്കിംഗ് വ്ളോഗിലേക്കാണ് നമ്മൾ കാൽച്ചോറ് കുക്കിങ്ങിന് പ്രത്യേകത ഉണ്ട്. ഇന്നൊരാളെ ബർത്ത്ഡേ ആണ്. ഇന്ന് അർഷിൻ്റെ ബർത്ത്ഡേ ആട്ടെന്ന്. അർഷിൻ്റെ 26ാമത്തെ ബർത്ത്ഡേ ആണെന്ന്. കേക്ക് അവിടെ കൊണ്ടുവന്ന് സെറ്റാക്കിക്കണം. എൻ്റെ കാറിൻ്റെ ഉള്ളിലല്ല എടുത്തു ഫ്രീസർക്ക് വെച്ചിരിക്കണം. വെച്ചോ എന്താ ചെയ്തേ? ഹാപ്പി ബർത്ത്ഡേ അർഷി. അർഷി വേണ്ടില്ല ഇനി ഫുഡ് ചപ്പ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ ഓർഡർ പോകാം. അപ്പം ഞങ്ങളൊരു ഫുഡ് അടിച്ചിട്ട് വരുന്ന വരെ കേട്ടോ. കാരണം നമ്മളെ ഒരു കമ്പനിക്കാരൻ്റെ നമ്മളെ അടുത്ത കമ്പനിക്കാരനാണ്. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ്. ആരാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോ ആ ഡേറ്റും ഉറപ്പിച്ചിട്ടുള്ളത് സെപ്റ്റംബറിലേക്കാണ്. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഓഗസ്റ്റിൽ പരിപാടി വരാണ്ട്, സെപ്റ്റംബറിൽ വരാണ്ട്, ജൂലൈയിൽ ഒരു പരിപാടി ഇപ്പൊ സെറ്റ് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം കല്യാണ പെരുന്നാളാവും നമുക്ക് കേട്ടോ. കല്യാണ പെരുമഴകളാണ് വരാൻ പോണത് സുഹൃത്തുക്കളെ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ല നല്ല കണ്ടന്റുകളായിട്ട് നമ്മൾ വരും. കല്യാണ കണ്ടന്റുകളൊക്കെ അനുവിന്റെ വ്ളോഗിലും ഇതിലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് തിരിച്ചു വരും അല്ലേ. അപ്പൊ ആരുടെ എന്താന്നൊക്കെ നിങ്ങൾ ഗസ് ചെയ്യാം. 3 ആൾക്കാരുടെ 3 പരിപാടി, വെറൈറ്റി പരിപാടികളാണ് വരാനുള്ളത്. അപ്പൊ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പൊ ഇന്ന് നമ്മള് നശ്വ കഴിഞ്ഞ 2 വ്ളോഗിലായിട്ട് നമ്മൾ നശ്വക്ക് എന്താ വെച്ചാൽ കുക്കിങ്ങിന് ഒരു അവസരം കൊടുത്തില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതിന് മാത്രമുള്ള കൈപ്പുണ്യാണ് പടച്ചം സഹായിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മള് റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല, ഓളെ ഏൽപ്പിക്കാനും നിന്നിട്ടില്ല. അപ്പൊ ഇന്ന് എന്താ വെച്ചാൽ ഈ രണ്ടും കൽപ്പിച്ചു. കാരണം നമ്മൾ ഓൾറെഡി എൻഗേജ് നിശ്ചയത്തിന്റെ അവിടെ പോയിട്ട് നല്ല ഫുഡൊക്കെ അടിച്ചു വന്നു. അപ്പൊ നമുക്ക് വലിയ അപ്പൊ നമ്മള് ഫുഡ് അത്രയും കഴിച്ചു അല്ലെ ബാസിലെ. അപ്പൊ എന്താ വെച്ചാൽ ഇനി നശ്വനെ നമ്മളൊരു എക്സ്പെരിമെന്റിനെ ഏൽപ്പിക്കണേൽ നമുക്കൊരു ധൈര്യം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മള് നടന്നിങ്ങനെ അപ്പൊ ഫുഡ് പാളി കഴിഞ്ഞാലും നമുക്ക് വിഷയമല്ല, നമ്മളെ ബാധിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നശ്വനെ അടുക്കള ഏൽപ്പിക്കാൻ വേണ്ടിട്ട് പോവാണ്. ബാസിലിന്റെ അമ്മയൊക്കെ ഓൾറെഡി പേടിച്ചിരിക്കുകയാണ്. കാരണം നശ്വേ എന്ന് ചോദിച്ചത് ഫുഡ് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചപ്പോ. അപ്പൊ നമ്മളെന്താ വെച്ചാല് ഇന്ന് നശ്വന്റെ എന്തോ ഷവായി ചിക്കൻ ഒന്ന് കാണിച്ചെടുത്ത അർഷിന്റെ ബർത്ത്ഡേ ആയിട്ട് അർഷിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നശ്വ എന്തെങ്കിലും ഉണ്ടാക്കി തരണം എന്നുള്ളത് അല്ലേ. വല്ലാത്തൊരു ആഗ്രഹം ബാസില. അങ്ങനെ നശ്വ എന്ത് ഏറ്റെടുത്തു? എന്താ ഉണ്ടാക്കണേ? എന്റെ സ്പെഷ്യൽ ഐറ്റം എന്താണ്? ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അങ്ങനെ സ്പെഷ്യൽ ഐറ്റം ആണല്ലേ. അല്ല നെറ്റിലൊക്കെ സ്പെഷ്യൽ ഐറ്റം എന്നൊക്കെ പറയല് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കി നമ്മളെ ഒരു തയമ്പ് വന്ന ഫുഡിനാണ് സ്പെഷ്യൽ ഐറ്റം എന്ന് പറയാം. ഓ ജൈന ഉണ്ടാക്കണ എന്താ? പപ്പടം പൊരിച്ചലും നൂഡിൽസ് ഉണ്ടാക്കലും ചായ കാച്ചലും. ആദ്യമായിട്ടാണ് ഹെവി ഫുഡ് തന്നെ ഏൽപ്പിക്കണത്. ചായപ്പൊടിട്ട് ആദ്യമായിട്ട് പിന്നെ ഇതാക്കണേ ഇത് നിൽക്കണേ നല്ല കട്ടൻ ചായയും മിക്സറും ഉണ്ട്. സ്റ്റാർട്ടേഴ്സ് എരില്ല മിക്സറും തന്നിക്കണേ. അപ്പൊ അർഷിക്ക് എന്തൊക്കെയാ പറയാനുള്ളത്? ഇന്ന് ചെക്കന്റെ എത്രാമത്തെ ബർത്ത്ഡേയാണ്? 26. ഓനെന്താ വെച്ചാല് അർഷിക്ക് ഒരു പരിപാടി വരാണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ആ പരിപാടിയിൽ ഓന് 25 എന്ന് പറഞ്ഞാലാണ് ആ പരിപാടി. അർഷ അപ്പൊ ഈ ബർത്ത്ഡേയില് എന്ത് സന്ദേശമാണ് ബാസിലിന്റെ കാണികൾക്ക് കൊടുക്കാല്? ഒരു ഗുഡ് മെസ്സേജ്. മെസ്സേജ് എന്താ? പ്രായം അങ്ങനെ കടന്നു പോകും, പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മള് എവിടെയും ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കേണ്ടല്ലോ നമ്മുടെ ജീവിതം. നമ്മൾ മാക്സിമം ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കാം. പറഞ്ഞു ഈ 25 കൊല്ലത്തെ എക്സ്പീരിയൻസ്. 25 കൊല്ലം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ പഠിച്ചു. 25ാമത്തേനും എന്താ പറയാ അതിനോട് പറഞ്ഞു. അതായത് വേറെ എന്തൊക്കെ കടക്കാൻ പോവാണ് ചെയ്യുന്ന എന്റെ മാമ. സിൽവർ ആണോ? സിൽവർ ആണ് അല്ല അലൂമിനിയം ജൂബിലിയായിരുന്നു. അതായത് എന്താണ് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറെ കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റി, കുറെ നല്ല സുഹൃത്തുക്കളെ കിട്ടി, കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റി, കുറെ ട്രാവൽ ചെയ്യാൻ പറ്റി, പിന്നെ കുറെ ഫുഡ് രുചിക്കാൻ പറ്റി. നമ്മളിപ്പോ എന്താ വെച്ചാല് വാസിൽ അത് കാണിച്ചെടുത്താ വാസിനെ. അപ്പൊ ബാസിൽ ഇപ്പൊ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിട്ടോ കുട്ടിക്കുള്ള. നമ്മളിപ്പോ എന്താ വെച്ചാല് നമുക്ക് ആഗ്രഹം നമുക്ക് കഴിക്കാൻ പറ്റണ്ടേ. അതെ, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതെ,
ഞാൻ ആലോചിച്ചോക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നിട്ട് ഡോക്ടർ പറയണത് കഴിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്കൊരു ഡയറ്റ് പ്ലാൻ ആയിട്ട് തരികയാണ്. പുല്ല്, പച്ചില വർഗ്ഗങ്ങള്, പച്ചക്കറികള്, അങ്ങനെ നന്നായിട്ട് അത് ഫോളോ ചെയ്യോ? ഇല്ല. വേറെ കോമഡി ഇവൻ അസ്ലം ഖാൻ ഷോപ്പിൽ പോയപ്പോ അസ്ലം ഖാൻ അതാണ് നമ്മൾ കഴിക്കുന്നത്. അല്ലെ ബീഫ് ഉണ്ട്, പിന്നെ കുഴപ്പമില്ല. അസ്ലമുക്ക സദ്യ സെറ്റാക്കിനതേ. അസ്ലമുക്ക എന്റെ വർത്താനം കേട്ടിട്ട് ബീഫ് റെഡിയാക്കി. കാരണം അസ്ലമുക്കാക്ക് മനസ്സിലായി നമ്മള് നരഭോജികളാണ്. സുഹൃത്തുക്കളെ, നമ്മളെ സ്വന്തം അസ്ലം ഖാന്റെ ഒരു കിടിലൻ ഷോപ്പ് കോഴിക്കോട് വരുന്നുണ്ട്. എന്തായാലും കാരണം തരോ അസ്ലം ഖാന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. അസ്ലമുക്ക ഒരു കട അല്ലെങ്കിൽ ഒരു സംഭവം തുടങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി മാത്രമേ അത്രയും സ്റ്റഡി ചെയ്തിട്ടാണ് ആളൊരു പരിപാടിക്ക് നിൽക്കുള്ളൂ. അത് മാത്രമല്ല, ഇന്നാളെ ഒരു ദിവസം ഒരു ഡിഷിന്റെ കാര്യത്തിനെ പറ്റി പഠിക്കാൻ ഇന്ത്യ ഫുള്ള് ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ റെസിപ്പിന്റെ കാര്യങ്ങൾ, അതായത് അത്രയും ട്രാവൽ ചെയ്തിട്ട് അതിന്റെ ആ ഒരു പാഷനേറ്റ് ആണ്. അപ്പൊ നിങ്ങള് ആ മീനോളം എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക് പോയി ഒരാഴ്ച 2 ആഴ്ച അതായത് സൗത്ത് ബീച്ചിന്റെ തൊട്ടടുത്ത് അല്ലേ ആണ് ഇത് വരുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം. ഓപ്പൺ ആയ ഉടനെ 1-2 ആഴ്ചന്റെ ഉള്ളിൽ തന്നെ ഓപ്പൺ ആവും. എല്ലാവരും നല്ല നാടൻ ചോറും വ്യത്യസ്തങ്ങളായ ഉപ്പേരികളും പലതരം മീനുകളും. അപ്പൊ മീൻ ഏതൊക്കെ കിട്ടും വെച്ചാൽ ഫസ്റ്റ് നമുക്ക് പറഞ്ഞാൽ തരാം. ഈ കടലിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ മീനും നമ്മുടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഒരുവിധപ്പെട്ട എല്ലാ മീനുകളൊക്കെ അവിടെ കിട്ടും. അപ്പൊ എല്ലാവരും ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക, ഒന്ന് ഫുഡ് കഴിക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ എന്തെങ്കിലും നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അസ്ലം ഖാൻ അവിടെ തന്നെ ഉണ്ടാവും അല്ലേ, നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. എന്തെങ്കിലും മാറ്റി വരുത്താൻ. അതെ, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും പറഞ്ഞു കൊടുക്കാക്കരുത് അല്ലേ. ഒരാൾക്ക് നമ്മളൊപ്പം എല്ലാ ആൾക്കാർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അപ്പോഴേ തിരുത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഇതായി കൊടുക്കുക. നല്ല അടിപൊളി ഷോപ്പ് ആവും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. നമ്മളൊക്കെ ട്രയൽ ഫുഡ് അടിച്ചു, നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ച് നശ്വയൊക്കെ പോകുന്നതിന് ഫുൾ അടിച്ച് കയറ്റിയാണ് ഫുഡ്. കുക്കിംഗ് അല്ലല്ലോ, തീറ്റിംഗ് അല്ലേ? ഈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളെ ഇതിലേക്ക് കടക്കാൻ പോവാണ്. ഇനി പറയും, ഇതാണ് പറയേണ്ടത്. എന്തൊക്കെയാണ് എന്താണ് ഉണ്ടാക്കുന്നത്? എന്താ ഉണ്ടാക്കണമെന്ന് പറയണ്ട, ആ യൂട്യൂബിലത്തെ ലിങ്ക് അയച്ചു കൊടുക്കണം. അതിനല്ല ഉണ്ടാക്കണേ, സ്വന്തമായിട്ട് ഒരു കഴിവ്. അതൊരു കണ്ടോരെ കഴിവ് യൂട്യൂബിൽ. അല്ല, യൂട്യൂബിൽ നോക്കിയാലും നോക്കിയില്ലെങ്കിലും അതൊന്നും എനിക്ക് പറയണ്ടാകുന്നില്ല. ഫുഡ് ടേസ്റ്റ് ഉണ്ടായാൽ മതി. ഉണ്ടാവോ? നെശ്വാണ് ഫുഡ് ഉണ്ടാക്കുന്ന പറഞ്ഞ വർഷം എന്ത് ചെയ്തോ ഇടക്കിടന്ന് KFC ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചു, സേഫ് ആയിട്ട്. അപ്പൊ ഇതൊരു മോട്ടിവേഷൻ ആക്കിയിട്ട് ഇത് തീയാവണ്ട, അടുക്കള തീയാവുന്ന മതി. ഇത് തീയായിക്കോ പറഞ്ഞെടുക്ക്. മൈക്കോ കാണുന്നില്ല. ഓക്കെ, എന്റെ കയ്യിലും മൈക്കുണ്ട്. ഇത് ക്യാമറ തിരിച്ചപ്പോഴേ നല്ല പറയേ, നിങ്ങള് വരി, എനിക്ക് അറിയൂലേ, നിങ്ങളൊന്ന് സഹായിക്കേ. എന്താ വെച്ചാല് നെക്സ്റ്റ് സാധനങ്ങളൊക്കെ അറിയാം, പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് അല്ലേ, ചെറുതായിട്ട്. കുഴപ്പമില്ല, ഞാൻ സഹായിച്ചു. കുഴപ്പമില്ല, ഡോണ്ട് വറി. ഹെൽപ്പിംഗ് ഒന്നുമില്ല. ഇങ്ങനെ കോൺട്രാക്ടർമാരെ വരും. ഞാൻ 2 മാസമുള്ളൂ അവിടെ ഇരുന്നു. ആ 2 മാസത്തിൽ ഫസ്റ്റത്തെ ഒരു മാസം പപ്പടം, ഓംലെറ്റും ബ്രെഡ് വയ്ക്കാനോ. ആ പപ്പടം എന്താ കിട്ടായി? ഖത്തറിൽ പപ്പടം കിട്ടൂല ഗൈസ്, നിങ്ങൾ കമന്റിൽ അറിയിക്കട്ടോ. അപ്പം പല തള്ളുകളും വന്ന് തള്ളുണ്ട്. ഒരു മന്തി മരത്തെ സാധനം അത് പല വിധത്തിലുണ്ടാക്കും. ചിലപ്പോ എരു കൂട്ടിണ്ടാക്കും, ചിലപ്പോ എരു കുറച്ചുണ്ടാക്കും, ചിലപ്പോ ചിക്കൻ മസാല കൂട്ടിണ്ടാക്കും, ചിലപ്പോ മറ്റേത് കുറച്ചുണ്ടാക്കും. അതെ, അങ്ങനെയല്ല അവിടെ വേറെ പേരിടും, ഒരു സ്പെഷ്യൽ പേരിടും. ഇതാണ് ഈ ഫുഡുകാര്. അപ്പൊ നമ്മളെന്ത് ചെയ്യാണ്, ഉണ്ടാക്കുക കേട്ടോ. ബീഫ് ഉണ്ടല്ലോ ഇതിന്. അപ്പൊ ഗൈസ്, ഞാൻ ഒരാഴ്ച കൊണ്ട് പോകട്ടോ. ഞാൻ ടിക്കറ്റ് എടുത്തു, ഡേറ്റ് ഞാൻ പറഞ്ഞില്ല. ഞാൻ പോവാണ് ഒരാഴ്ച, 1 വീക്ക്.
അസറ് അവരച്ഛനോട് പോകും അല്ലേ? അപ്പൊ നമ്മൾ അവസാനത്തെ വീഡിയോ ഇതല്ല 1-2 വീഡിയോകൾ ഇക്കാരത്തെ അല്ലേ? അതെ. ഇനി 2-3 വീഡിയോകൾ കൂടി അസറ് പോവാണ്. പിന്നെ നമുക്ക് തന്നെ വീഡിയോ പിന്നെ ഞാൻ പോവാണ്. ഞാൻ ജൂലൈയിൽ ഇൻഷാല്ലാ വരും. കാരണം എന്താ വെച്ചാല് കാരണം നമ്മളെ കൂട്ടത്തില് അതെ കാരണം നമ്മളുടെ കൂട്ടത്തില് വൻ പരിപാടി വരാൻ പോവാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇങ്ങോട്ട് എത്തും. അതെ അതെ, ഒരു മാസത്തിനാ പോണത്. ഒരു മാസത്തിന് പോയി വരികയാണ്. എനിക്കല്ല ഇപ്പൊ മാറി പറയുന്നുണ്ട്. പല പിന്നെന്താ വെച്ചാല് ഈ വീട്ടിലും ഒരു ഫംഗ്ഷൻ വരാണ്ട്, ഒരു ഷവർ. ഇവരിത് പറയാൻ തുടങ്ങിട്ടേ കാര്യം കുറെ കേട്ടോ. 10 മാസം ആയിട്ടില്ല എന്തായാലും ഞാൻ പറയാൻ തുടങ്ങിട്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യും. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് പറയാൻ തുടങ്ങിയാണ്. ഏതായാലും അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയും. എന്തൊക്കെയാണ് ഇത് വേണ്ടേ നശ്വ? വീഡിയോ കണ്ടിട്ടും മനസ്സിലാവണില്ല. നിങ്ങൾ ആലോചിക്കേ ഇത്ര ബുദ്ധിയേദികൾക്കുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പോണതാണ്. ഇത് ഏതോ ഒരു താത്താന്റെ പേജാട്ടോ. എന്താ പേര്? ഞാൻ പറയട്ടെ, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏതോ ഒരു ഫുഡ് ഉണ്ടാക്കണ താത്താന്റെ പേജാട്ടത്. ആര് അസറുണ്ടാക്കുവോ? അല്ല, ഇത് ഇനി ഓൾക്ക് ആയിട്ട് വിട്ടുകൊടുക്കും. ആ താത്ത ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടായിക്കോ. അത്രേ ഉള്ളൂ ഉണ്ടാക്കുന്ന. എന്നാ പറയും കൂട്ടുകൾ എന്തൊക്കെയാ പറയും? എങ്ങോട്ട് പോണു ബോസേ? ഗായ്സ് ഈ വ്ളോഗ് മിക്കവാറും 2 മണിക്കൂറിലേക്ക് കൊണ്ടുപോകും. കാരണം എന്താ ഓരോ എന്താണ് ഇൻഗ്രീഡിയൻസും എന്താന്നുള്ളത് പഠിക്കാൻ വേണ്ടി പോകും. മനസ്സിലായില്ല. ഉമ്മാനോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നോക്കി അപ്പൊ ഞാൻ ഒറ്റക്ക് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എന്നിട്ട് എന്നെ ഫുൾ പുച്ചിക്കലും. എനിക്ക് അതിന്റെ താഴത്തിന്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഇജ് വെറുതെ വന്ന് കഴിയില്ലല്ലേ. എനിക്കും കൂടി പോസ്റ്റ് ക്രെഡിറ്റ് തന്നാൻ കിട്ടാൻ അവിടെ വെച്ചാൽ CCTV എനിക്ക് കാണാം. അങ്ങനെയാണ് സിനിമാറ്റിക് ഇത്. അതിന്റെ ആകെ വെളുത്തുള്ളിന്റെ പണിയാണ്, ചെറുള്ളിന്റെ പണിയാണ് തുള്ളി. നമുക്ക് ഇന്ന് ഫുള്ള്, അതായത് നമ്മളെ കൂട്ടത്തില് ഇത്രയും സന്മനസ്സുള്ള ഒരു കുട്ടി അറിയണത് നശ്വൻ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാല് ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട്, അരിയുന്നുണ്ട്, മസാല വയ്ക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പാത്രം ഇളക്കുന്നുണ്ട്, എല്ലാ പരിപാടികളും നശ്വൻ ഒറ്റക്കാണെന്ന് നമുക്ക് ചെയ്തു തരാൻ വേണ്ടി. ഞങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞങ്ങളവിടെ സപ്പോർട്ട് ചെയ്യാം. വെള്ള ഷർട്ട് ഒന്ന് മാറ്റി. ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച വെള്ള ഷർട്ട് ഇടുമ്പോ നമുക്ക് അങ്ങനെ വല്ലാതെ കുക്ക് ചെയ്യാനൊന്നും കഴിയില്ല. കാരണം നമുക്ക് അതാണ് മാറ്റാൻ പറയുന്നത്. മാറ്റാൻ കഴിയില്ല. ഇതുകൊണ്ട് ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കണം. ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റും വേണ്ടതില്ല. ഫുൾ ക്രെഡിറ്റ് എടുത്താൽ മതി. ഫുൾ ക്രെഡിറ്റ്. ഇതിലെന്താ പ്രശ്നം വരിക അറിയോ? ഈ ചിക്കൻ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ മതി. അതിന്റെ ഒക്കെ ടേസ്റ്റ് മതി എനിക്ക്. കംപ്ലൈന്റ് അറിയോ? 2 മണിക്കൂർ വെക്കാതിന്റെ സീനാണ്. ഒരിക്കലും ഇല്ല. ടേസ്റ്റിലെ വ്യത്യാസം വരും. എല്ലാരും സഹിക്കാം. ഇന്ന് ഞങ്ങളെ പോലെയല്ല, പ്രൊഫഷണൽ ഷെഫ് നമ്മളെ കൂടെ ഉണ്ട്. ഓപ്പണായിട്ട് പറയണം. ഞങ്ങളൊക്കെ പിന്നെ നെശ്വ പണ്ട് ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ ഫേക്ക് ആയിട്ട് അടിപൊളി എന്നൊക്കെ പറയും. പക്ഷെ അർച്ച അങ്ങനെയല്ല, അർച്ച തുറന്നടിച്ച് പറയും. ഓഗസ്റ്റ് വരെ ചിലപ്പോ കാത്തിക്കാൻ കഴിയൂല കേട്ടോ. ആർക്ക്? അതെന്തേ? അതിന്റെ മുമ്പ് ഞാൻ കേട്ടോ. അല്ല നിങ്ങളെ കല്യാണം ഉണ്ടാകില്ല? ഞങ്ങൾ ഉണ്ടാക്കില്ല ഓഗസ്റ്റിലോ. വേറെ പ്രോബ്ലം തരുമോ? ഇവിടെ എനിക്ക് ഫോട്ടോസ് അയച്ചിട്ടുണ്ടേ. എനിക്ക് ഇതേപോലെ കല്യാണത്തിന് ഫോട്ടോ തരണ്ട പറഞ്ഞു. ആരെ കല്യാണം ചോദിച്ചു? ഇന്റെ കല്യാണത്തിന് ഞാൻ ഇഞ്ഞും കിട്ടുന്നുണ്ടോ? ബാസിലൊക്കെ പരിപാടിയൊന്നും വെക്കാതെ ചെറിയൊരു സൽക്കാരം വെച്ച് ഔങ്ങും. സത്യം എനിക്കും തോന്നുന്നുണ്ട്, ബലമായ സംശയം. ഓങ്ങും. അല്ലെങ്കിൽ പരിപാടിയിലേക്ക് എന്തിരിക്കണേ? നിക്കാഹ് എന്ന് പറഞ്ഞതാണ് ശരിക്കും ഇസ്ലാമികപരമായിട്ട് ചെയ്യേണ്ട സംഭവം. അതോടുകൂടി കഴിഞ്ഞു. റിസപ്ഷനൊക്കെ പിന്നെ ആചാരങ്ങളല്ലേ. പക്ഷെ ഓഗസ്റ്റിൽ നമുക്ക് നിക്കാഹ് റിസപ്ഷൻ ഒക്കെ വരുന്നത്. ഓഗസ്റ്റിൽ എന്ത് റിസപ്ഷന്? എടാ മറ്റോന്റെ അത് നിക്കാഹ് മാത്രമേ ഉള്ളൂ. ആണോ? റിസപ്ഷൻ അല്ല. റിസപ്ഷൻ അല്ലല്ലോ. റിസപ്ഷൻ ഉണ്ടോ? റിസപ്ഷൻ ഉണ്ടോ കേട്ടെ. അപ്പൊ ഓഗസ്റ്റിൽ ചിലപ്പോ റിസപ്ഷൻ ഉണ്ടാവില്ല.
ഹർഷിത്ത് എത്ര വയസ്സിലായിട്ട് ഒരു സെപ്റ്റംബറത്തെ പരിപാടിക്കോ 27 ആട്ടെ. സെപ്റ്റംബറിൽ റിസപ്ഷനും ഇല്ല നിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിക്കാൻ മാത്രമേ ഉള്ളൂ. 27 അതെന്തോ സെപ്റ്റംബറിൽ അപ്പുറം ഇപ്പുറമാണ് പരിപാടി. അപ്പുറവും ഇപ്പുറവും. അപ്പൊ രണ്ടു ട്രിപ്പ് കൂടെ ഒരു പരിപാടി ഉണ്ടാക്കിയോ? ആ Can you? ഇന്റെ അല്ലാട്ടോ ഓ കല്യാണം പെരുമയാണ് ഇനി വരാൻ പോണേ. അതെ ഈ ഒരു വർഷം 2026 ഒരുവിധം കല്യാണം തീരുമിക്കോ നോക്കോ. ഇത്രയൊക്കെ ക്രൂവേ ഞങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ നിങ്ങൾക്ക്. പക്ഷെ എന്റെ തീരുമല്ലോ. എന്റെ ജീവിത എന്റെ 2027 ഇൻഷാല്ലാ. 2027 അതിന്റെ ഉള്ളിലോ ആ 27 ചിലപ്പോ 2028 28ന്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ അതിന്റെ ഒരു ഹർഷി 27 വയസ്സിലാണ്. അതിന്റെ ഇടയിൽ ആരെയും നിർബന്ധിച്ചാൽ അല്ലേ നിർബന്ധിക്കാൻ എന്താ ഇപ്പൊ അല്ല ചില ഇതിലുണ്ട് എന്താണ് ഞാൻ പോയതിന്റെ മുമ്പ് എനിക്ക് എന്റെ കല്യാണം കാണണം പണ്ട് വല്യമാരൊക്കെ പറയും. വല്യമാരൊക്കെ പറയും. അങ്ങനൊക്കെ ആണെങ്കിൽ ചിലപ്പോ അല്ല ചിലപ്പോ മാത്രം ചിലപ്പോ അതിപ്പോ വല്യമാർക്ക് അങ്ങനെ ആഗ്രഹം നടക്കട്ടെ. നടക്കട്ടെ. നമ്മളെന്തിനാ എതിർക്കണം? അതെ. അപ്പൊ നിങ്ങളെന്തായാലും ഗസ് ചെയ്യാം. ജൂലൈയിലായത്, ഓഗസ്റ്റിലായത്, സെപ്റ്റംബറിലായത്. ജൂലൈയിലല്ല എന്തൊരു ആക്ടിങ്. ആക്ടിങ് കിങ്. അപ്പൊ നമുക്ക് ഫുഡിലേക്ക് കിടക്കാറുണ്ട് അല്ലെങ്കിൽ എന്താ രോഗം പോകണം. അപ്പൊ എന്തൊക്കെയാണ് സാധനങ്ങൾ? എന്തൊക്കെയാണ്? വെളുത്തുള്ളി. ഇതിപ്പോ എന്താ വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ ആ താത്ത ഉണ്ടാക്കുന്നതിന്റെ ലിങ്ക് കൊടുത്താൽ കൊടുത്താൽ ഇതിന്റെ ഓർഡർ റെസിപ്പി ഇതിന്റെ സ്വന്തം ഒന്നല്ല. റെസിപ്പിയാ. വെല്ലുള്ളി ഉണ്ട്, ക്യാപ്സിക്കൻ അടക്കം താത്തട്ടുണ്ട്, എല്ലാം അതേ വഴി കൊണ്ടത് കിട്ടോ. ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. നിങ്ങൾ സത്യം പറയണം. ആ ഇന്നാണ് ഹെൽപ്പ് ചെയ്തു. വേറെ എന്തൊക്കെയാ? പക്ഷെ എന്ത് ചമ്മന്തിയോ മുട്ടക്കറി ഉണ്ടാക്കി? എങ്ങനെ? മുട്ട പുഴുങ്ങിട്ട് ഇട്ടിട്ട് എല്ലാ കറിയും കൊണ്ടിട്ട് അതന്നെ ഉള്ളി തക്കാളി മാറ്റി എന്ത് മുട്ട പുഴുങ്ങിട്ട് ഇട്ടില്ല. സൗണ്ട് വേറെ എന്തൊക്കെ ഉണ്ടാക്കി? ആലോചന കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടാക്കണം. മരിയോട് തെറ്റാൻ പാടില്ലല്ലോ. അതാണ് എന്താ സമയമില്ലാത്ത കുട്ടിയെ? സമയം എന്തല്ലാത്ത? ചിക്കൻ ഫ്രൈ ഉണ്ടാക്കില്ലേ? ചിക്കൻ ഫ്രൈ കഞ്ഞി ഉണ്ടാക്കാൻ അടിപൊളിയാ. പക്ഷെ ഉണ്ടാക്കുന്നത് വൻ കൈപ്പുണ്യക്കാരല്ലേ? മനസ്സില്ല മനസ്സോടെ രസമുണ്ട്. അല്ല ഇതിലേക്കില്ലേ ഇതിനൊക്കെ മറുപടി ആയിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വരും. ഓഗസ്റ്റ് സെപ്റ്റംബറിലോ? ഇതൊക്കെ സെപ്റ്റംബർ ഓഗസ്റ്റിലാണെങ്കിൽ സെപ്റ്റംബറിലല്ലേ ട്രാക്ക് കയറുള്ളൂ. ഓ അപ്പൊ ഞാനൊരു വരുത്തുണ്ട് കേട്ടോ. ഇത് കോയിന്റെ ഉള്ളില് മുട്ട ഇപ്പോൾ നമുക്ക് തീർക്കണം. അങ്ങനല്ലേ കോയിന്റെ മുട്ടക്കൂല? അങ്ങനെ കോയിന്റെ മുട്ട വെക്കൂലോ അല്ലേ? ഏത് കുളവും ഇത് യൂട്യൂബിലെ കാണുന്ന അതേമാതിരി ഉണ്ടാക്കി. ഇതിന്റെ ലിങ്ക് ഇടോ? അത് എനിക്ക് തരുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നാലും അനക്ക് അതേലും ഉണ്ടാക്കാൻ വെക്കുമല്ലോ. എന്നാലും പടത്തടപ്പേ ഓള് വിമ്മലൊക്കെ അല്ല ചെലവിടാണ്. കാരണം ആ ഫുഡ് പാടും. പിന്നെ പുറത്തുനിന്ന് ക്യാഷ് കൊണ്ടുവരും. പിന്നെ രക്ഷമാണ് അടിപൊളിയാണ്. സാറാണ്. അതല്ല അതല്ല സ്നേഹമാണൊക്കെ കഴിക്കണ്ടോ? ഫുഡ് ഉണ്ടാക്കലുണ്ട് ഇവിടെ. എങ്ങനെമാ ഫുഡ് ഉണ്ടാക്കി തരല കോൾ തന്നെയാണ്. അതിനിവിടെ തൊലിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ നെക്സ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് ഇപ്പൊ കറക്റ്റ് മനസ്സിലായി. ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാ അരിഞ്ഞാണ്ടും തൊലിച്ചു അത് വൃത്തിക്ക് ചെയ്യും. ഞാൻ നല്ല പരിപാടിയല്ലമ്മ. ഇനി നല്ല മരുവളാവണമെന്നുണ്ടെങ്കിൽ അതിന് കുക്കിംഗ് അറിയണമെന്നൊന്നുമില്ല. സ്വഭാവം നന്നായവണം. ഏയ് കുക്കിംഗ് എനിക്ക് അറിയില്ല.
ഒരു ഫുൾ ചിക്കൻ ഇത്ര മതിയാവോ? അത് കേക്കിയില്ലേ? ഇല്ല, ഒന്ന് ജാറിലിട്ട് കഴിക്കണം. ഫുൾ ചിക്കനൊക്കെ എനിക്ക് എത്ര ഇടാ അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയത് മസാല പുരട്ടിയാൽ മതി. സർവന് അറിയാവും ഉണ്ടാക്കാണ് പറയാതൊക്കെയാണ്. പിന്നെ എന്താ എരി കൂടിയാലും ഒരു ട്രിക്ക് ഉണ്ട്. എനിക്കറിയാം. കേക്ക് ഇടല്ലേ? എന്താണ് എന്താണ് അത് കറിക്ക് പറ്റുള്ളൂ. എന്തിടുക? എരി കൂടി കഴിഞ്ഞാലോ ഉപ്പ് കൂടി കഴിഞ്ഞാലോ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം കാണും. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിന് അങ്ങനെ ഇട്ടോ എരി പറയും. പിന്നെ വേറൊരു ടിപ്പും കൂടി ഉണ്ട്. നമ്മളെ കറി ഭയങ്കര ലൂസ് ആയി കഴിഞ്ഞാല് നമ്മൾ വെള്ളം ഓവറായിട്ട് പറഞ്ഞാല് ഭയങ്കര ലൂസ് ഹോസ്റ്റൽ കറി ആയി കഴിഞ്ഞാല് നോട്ട് ചെയ്ത് ചോദിക്കോ. ഒരു ഒരു പാത്രം എടുക്കുക, ഒരു ചെറിയ ഗ്ലാസ് എടുക്കുക, അതിന് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ മൈദ ഇടുക. എന്നിട്ട് അതിൽ വെള്ളം കുറച്ച് വെള്ളം വന്ന് നല്ലോണം ഇളക്കുക. എന്നിട്ട് ആ മൈദ വെള്ളം നേരെ കറിയിക്കൊണ്ട് പോരാ. എന്നിട്ട് ഇളക്കി കൊടുത്താൽ തിക്കാവും. അത് പശ പോലെ ആവും. പക്ഷെ അത്ര പശ ആവൂല, കറക്റ്റ് പാകത്തിനുള്ള തിക്ക് കറിയാവും. കോൺഫ്ലവർ ഇട്ടാ മതി. അതൊക്കെ ട്രിക്കാണല്ലേ? കോൺഫ്ലവർ ഉണ്ട്. കോൺഫ്ലവർ ഇടാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇതിന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കണ എന്തൊക്കെയാ വെച്ചാ ഈ പച്ച കളറുള്ള മുളകുണ്ട്, പിന്നെ ഉള്ളി ഉണ്ട്, ക്യാപ്സിക്കൻ 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 അമ്മ എനിക്ക് മാങ്ങി കിട്ടി ക്യാപ്സിക്കോ കിട്ടിയത്. അപ്പൊ ക്യാപ്സിക്കോ നോക്കട്ടെ പോലെ അപ്പൊ 2 റബ്ബർ കുരുവാണ്. അതെ സേഫല്ലേ? റബ്ബർ കുരു ഇപ്പത്തെ കുട്ടികളെ ബുദ്ധിയൊക്കെ. പിന്നെ ഇഞ്ചി ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ മുളകുണ്ട്. ഈ മുളകിന് പേരുണ്ടായല്ലോ, വറ്റൽമുളക്. കാശ്മീരി കാശ്മീരി ചില്ലി ചിക്കൻ. വറ്റൽമുളകാണ് കാശ്മീരി വറ്റൽ. ഇതിന്റെ വേറെ പിന്നെ സെയിം ഇത് സാധനം. കാശ്മീരി വറ്റലല്ലേ? കറിവേപ്പിന്റെ ഇല. വറ്റൽ പറഞ്ഞാൽ എന്താ അറിയോ? ഉണക്കിയ മുളക്. ഇത് ഉണക്കിയതാ. കാശ്മീരി വറ്റല്. കാശ്മീരി വറ്റൽ. പിന്നെ കറിവേപ്പിന്റെ ഇല. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മള് കട്ടൻ ചായയും മിച്ചറും കഴിച്ചു തുടങ്ങി. പിന്നെ ദാ മാങ്ങ കഴിച്ചു കഴിഞ്ഞു. മാങ്ങ ദാ ഉപ്പിരുമ്മി വെച്ചിക്കണ്. അപ്പൊ ഇനി ഈ മസാലയൊക്കെ സെറ്റാക്കി ചിക്കൻ പുരട്ടണ മുതൽ നമ്മള് കാണിച്ചു തരാം. ഇത് ഷവായി ഉണ്ടാക്കണേ. ഇത് നമ്മളെ ഗ്രില്ലല്ല, ഇത് മസാല ഷവായി. ഇത് വെറൈറ്റി ആണ്. അപ്പൊ ദാ ജാറ് ഇങ്ങനെ നിറഞ്ഞു നിക്കുക കേട്ടോ. എന്റെ അഭിപ്രായത്തിലും മതി. ഓ പച്ചക്കറി കാണാൻ നല്ല രസം. ഒരു ചെറിയ കണ്ട മതി മതി. ഇപ്പൊ എന്റെ കയ്യിലുള്ള കണ്ടക്ടർ. അപ്പൊ കറങ്ങണ്ടേ പോയി? അങ്ങനെ കറക്കൊന്നുമില്ല. ഇത് കുക്കറിൽ വെച്ചുണ്ടാക്കാണ് ഷവായി. കുക്കർ ഷവായാണ്. അതല്ലേ പറഞ്ഞേ. ബ്രെഡ് ഉണ്ടല്ലോ. ബ്രെഡ് അല്ലേ KFC എന്തായാലും ഓർഡർ അല്ല, ബ്രെഡ് കുട്ടി കഴിക്കണ്ടേ? ബ്രെഡ് കുട്ടി കഴിക്കാൻ പറ്റിയാ മതിയായിരുന്നു. അയ്യോ മൊത്തത്തില് കറങ്ങൂലല്ലോ. അല്ല, കോഴിയാ കുക്കറിൽ കൊള്ളുവോ? ഗൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞങ്ങളുടെ ഒരു ധൈര്യം. കാരണം എന്താ വെച്ചാല് വലിയൊരുനാൾ കഴിഞ്ഞ പെരയില് ഫുള്ള് ഇറച്ചിയും പോത്തും ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിറഞ്ഞിക്കുന്ന ഈ ഒരു സമയത്ത് ഇല്ലാത്ത പൈസയും കൊടുത്ത് കോഴി വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇവിടെ പോലത്തോൽക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് കൊടുക്കാൻ ഇരിക്കണേ ഞങ്ങളുടെ ഒരു ധൈര്യം അത് അതുകൊണ്ട് ഓണാക്കി കറങ്ങണില്ലേ? അപ്പൊ ഫുഡ് ഉഷാറാണ് നശോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകെ ഡൗൺ ആയി പോയി. ഞങ്ങള് ഇതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യും. ഒരാഴ്ച 2 ആഴ്ചക്കൊക്കെ ഞങ്ങൾക്ക് തിന്നാല് ഇറച്ചി വരെ പെരയിലുണ്ട്. എന്നിട്ടും ഞങ്ങൾ കോഴി വാങ്ങിക്കൊണ്ടുവന്നത് അത് അങ്ങനെ വേണ്ട ടെക്നിക്ക് അറിയാം. അളക്കി കൊടുക്കുക, ഇങ്ങനെ കുലുക്കി കൊടുക്കുക. അറിയില്ല. പാത്രത്തിൽ മാറ്റിയാണ്ട് കുറച്ച് പിന്നെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. കാണിച്ചെടുത്താ ഞങ്ങളെ വാസിലെ ഞങ്ങളുടെ ഇതിന്റെ അടിയിൽ ക്ലിപ്പ് ഉണ്ട്. ഞങ്ങളുടെ ഇതിന്റെ അടിയില് നമ്മുടെ റൂമിന്റെ ഇതിനിപ്പോ എന്താ പറയാ മറന്നല്ലേ മിക്സിന്റെ അടിയിൽ സ്വിച്ച് ഉണ്ട്. ആ ക്ലിപ്പിന്റെ അടിയിക്ക് ആ ജാറ് ഫിറ്റ് ആയാലും ഇത് ഓണാക്കി ഞാൻ വർക്ക് ചെയ്യുള്ളൂ. ഇതിപ്പോ അല്ലാതെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് അങ്ങനെയല്ല. അപ്പൊ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ആ ജാറില്ലേ, ജാറിന്റെ അടിയിൽ ഈ ക്ലിപ്പിൽ കണക്ട് ആവുന്ന ഒരു പൊട്ട് മരുന്ന് സാധനം അത് പൊട്ടിപ്പോയി. അപ്പൊ എങ്ങനെ വെച്ചാലും ഇത് ഈ അടിയത്തെ സാധനം എന്ത് ചെയ്യണില്ല, ജാമായിട്ട് അത് ഓണാവണില്ല. അപ്പൊ ഞങ്ങൾ അത് വെക്കും. അപ്പൊ ഞങ്ങളുടെ ജാറിന്റെ അടിയിൽ ഇതേപോലെ ഒരു ഹോൾ ഉണ്ട്. എന്നിട്ട് മറ്റേ സ്പൂണിന്റെ മറ്റൊരു സാധനം വെച്ചാണ് അതിന്റെ ഉള്ളിൽ വെച്ചാൽ ഇങ്ങോട്ട് കാട്ടും ജാറ് വെച്ചിട്ട് എന്നിട്ട് തിരിച്ചു. അങ്ങനെയാണ് അത് ഓണാവുള്ളൂ. ആ ഞാൻ വന്നവന്റെ ബ്ലോഗിൽ കാട്ടിക്കണോ ജോർജ് ചെയ്ത്. അപ്പൊ മിക്സി വെച്ചുള്ള പല പരിപാടികളും നമുക്ക് അറിയാൻ ഇഷ്ടമാണ്. അപ്പൊ അത് അടിച്ചുകൊണ്ട് അതിക്ക് 2 മുളകും പിന്നെ എന്തൊക്കെ മുളക് പൊടി മഞ്ഞപ്പൊടിയോ എടി മല്ലിപ്പൊടി. എത്ര ഓവർലോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ റെഡി ആവും.
ഒന്ന് സമ്മതിച്ചെന്നുള്ള നൈസ് ട്രിക്ക് ആണ് ഇത് ഇങ്ങനെ ഈഗോ വെച്ചിരിക്കണം എന്തിനാ അതെ കുയിന്റെ ചിക്കൻ Nice trick. എടി, അതെന്താ ജിപ്പട്ട് എന്താ മുളക് പൊടി ഇപ്പൊ സെറ്റ് കളർ തന്നെ പാടിക്കണേ കുറച്ചും കൂടി തൈര് വേണോ? വേണം. ചിക്കൻ അല്ലേ എന്താ എന്തോ ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല ഗരം മസാല കൂടിക്കണ് അതുകൊണ്ടാണ് അത് ആ ഗരം മസാല കൂടി കഴിഞ്ഞാല് കുത്തല് വരും. അതാണ് പക്ഷെ ഇതിന് ചിക്കൻക്ക് ഇതാവുമ്പോ ഓക്കെ അടെ സെറ്റ് ഓക്കെ ആവണം അതാണ് എന്റെ കഴിവ് നല്ല സമ്മതിച്ചടി ആ ഓക്കെ ആവും ആ അലമാരി കണ്ടൊക്കെ അപ്പൊ എന്താ വെച്ചാല് ഇവിടെ ഈ കാണുന്ന എല്ലാ ഉപ്പികളിൽ നിന്നുള്ള പൊടികളൊക്കെ കൈക്ക് എടുത്തിട്ടിക്കണേ എന്നിട്ട് ഇപ്പൊ നമ്മളോട് ഓക്കെ ആവൂലേ ചേർക്കണേ ഗ്രീൻ കാർഡാ മതി കുഴപ്പമില്ല എന്തായാലും ഇത് ഉണ്ടാക്കലിലേക്ക് എപ്പോഴും നമ്മൾ കിടക്കുക ഇത് വ്ളോഗ് തുടങ്ങിയപ്പോ മുതല് ഓക്കെ ഒടുക്കം വരെ മസാലയ്ക്കല് മാത്രം ഓക്കെ അല്ലേ അല്ല ഇത് ചിലപ്പോ ഇനി ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതിന്റെ മസാല അതാവും നമ്മക്ക് പറയാനില്ല ഇജാ ചേച്ചിനെ വിശ്വസിച്ച് ഓരുടെ മസാലയിലാണ് ഇത് ഉണ്ടാക്കുന്നത് തക്കുടു ഓട്ടത്ത് ഫുൾ ചിക്കൻ ഒരു വലിയ കത്തില്ലേനോ? കത്തിയല്ല പപ്പടക്കോലോട് കുത്തിക്കളാ നമുക്ക് കത്തി കൊണ്ട് വരാം. വരന്നെ ഞാൻ തരോ ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ പൊട്ടത്തി അവിടെയാണ് വീഡിയോ അസറോ ഇത് വരയിൽ ഇജ്ജ് വരണം കൊടുക്കേണ്ടി വരും കൈകൊണ്ട് കുത്തും. വേറെ കുത്തിയാ മതി കുത്തി. അന്ന് നമ്മൾ നല്ല കുത്തിയോട്ടാക്കി ക്രൂരൻ. ക്രൂര സ്വഭാവം കാട്ടും. ഇവിടുന്ന് കോഴി അടിക്കുമ്പോ തരുമോ കോഴി പൊരി ഉണ്ടാക്കാൻ തോന്നിയാൽ നമുക്ക് കോഴി പൊരിച്ചാൻ പറ്റും ഖത്തറിലെ കോഴി പൊരി കോഴിവരുണ്ടാക്കണ ബ്രസ്റ്റ് പീസ് ഇതാണ് ബോൺലെസ് ആണ് അങ്ങനല്ല പറഞ്ഞതേ ഐസൊക്കെ ഒന്ന് പോയി ഇതൊക്കെ ഊതി പോവും അപ്പൊ തന്നെ കമ്പം തീരും അല്ല നമ്മക്ക് ഫ്രഷ് ചിക്കനും കിട്ടും അവിടെ ജോർജിയയില് അവിടെ കിട്ടും പക്ഷെ കൊറേ അങ്ങോട്ട് പോകണം അല്ല കുറച്ച് പോണം ജോർജിയയിൽ എനിക്ക് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ബത്തുമീത്തെ മീൻ മീന് ഞാനും വരുന്നുണ്ടേ ജോർജിയക്ക്. ഈ പോക്ക് കഴിക്കുന്നോ ഇജ്ജ് വാ ക്ലാസ്സുണ്ട്. 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 ക്ലാസ് ആവശ്യമല്ല ജോർജിയക്ക് പോകുമ്പോ കാശ് കേൾക്കണം ഞാനൊരു ഫ്യൂ മന്ത്സ് കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ നമുക്ക് കമ്പനിക്കൊക്കെ ആളുണ്ടാവുള്ളൂ. അതെപ്പോ പോയ കമ്പനിക്കാർക്ക് ഇഷ്ടം പോലെ കമ്പനികൾ എത്ര ആൾക്കാരുണ്ട്. ആൾക്കാരുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളെ കിട്ടണമെങ്കിൽ അതൊക്കെ എപ്പളും ഇപ്പോഴും അനക്ക് വേണ്ടപ്പെട്ട ആളല്ല ബാസില് ഓനെ കൊണ്ടുപോര് വേറൊരു വേണ്ടപ്പെട്ട ആളെ കൂടി ഉണ്ട്. എടി കോയിപ്പേന അത് വാസിനെ പറ്റി പോണില്ല ഒരു എൻജോയ് ചെയ്തു. ഇത് ബോയ്സ് ഓൺലി ട്രിപ്പാണ്. അസറോ എങ്ങനെയുണ്ട് ഇതുവരെ അല്ലേ കണ്ടിട്ട് കാണാൻ ഭയങ്കര രസമല്ലേ കുക്കിംഗ് അല്ലേലും തിന്നുമ്പോഴല്ലേ നമുക്ക് കാണാനൊക്കെയാണ് കാണാൻ നല്ല ഭംഗിയുണ്ടാണ് ഇതൊക്കെ വെറുതെ ഡിസൈൻ വെച്ചത് അതൊന്നും ഇടണമെന്നല്ല കറിവേപ്പില ലാസ്റ്റ് ഇടാനാ ഓ ഷവായിക്കാണല്ലോ ഇജ്ജല്ലേ പറഞ്ഞത് ഷവായിക്കാരും നാരങ്ങ വീയൂല ഷവായിക്കാരും കരിയേപ്പിന്റെ കൂട്ടും അതെ നമുക്ക് ഞാൻ മാറിക്കട്ടെ എന്നിട്ട് അതാക്കല്ലോ അടിവായിക്കണം അടിയിൽ അടിയിൽ അപ്പോ പോവില്ല മഞ്ഞളല്ലേ പോകും കോമഡി ഇട്ടിരിക്കുക മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല ഉണ്ട് ഇട്ടോ ആ ഇട്ടെന്താ ഇവിടെ അറിയില്ല ഇത് സ്പെഷ്യൽ ഷോപ്പ് ഇത് മസാല തേച്ചിട്ട് എത്ര സമയമൊക്കെ ഉണ്ട് 2 മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ്. ഞങ്ങൾക്ക് നാളെ പൊരിച്ചാലോ? നിങ്ങളൊക്കെ പോകുന്നത് ഈ മസാല ഒക്കെ കഴുകി കണ്ടുമ്പോ ഞങ്ങൾക്ക് മസാല ഉണ്ടാക്കി തേച്ച് അല്ലെങ്കിൽ നമുക്കൊന്ന് കറങ്ങിട്ട് വരാം അല്ലേ അത് വേണ്ടിയോ കാരണം തരോ പിടിക്കണ്ടേ നമുക്ക് എന്തായാലും അർഷിക്കൊന്ന് ഇടക്കര പോണ്ടേ അതെ
ഞാൻ വരട്ടെ. നോക്കാം ആദ്യം ചിന്താക്കണം നോക്കാം അല്ലേ. നമ്മൾ അർഷിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കുകയാണ്. നമ്മളെ ഹർഷിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ അർഷിക്ക് ചെറിയൊരു സർപ്രൈസ് സെറ്റാക്കിക്കണേ. ഒരു കേക്ക് വാങ്ങിച്ചു നമ്മൾ അപ്പോൾ കൊടുക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. സർപ്രൈസ്. മുറിച്ച് ഇരിക്ക്. ആയിട്ടില്ല, ഊത് എന്തേലും ഊത്. ആദ്യം ചെറീസ് നോക്കട്ടെ. മൂന്നാക്കുണ്ട് കേട്ടോ ചെറീസ്. ഇതൊക്കെ വായിക്ക്. ഹാപ്പി ബർത്ത്ഡേ അർഷി. ബർത്ത്ഡേ ആണോ എന്നത് എഴുതിക്കണ്? അല്ല, സൂക്ഷിച്ചോ, കയ്യില് വേറൊരു കാര്യം എഴുതി. അതന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അർഷി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ സുഹൃത്തുക്കളെ ചെക്കന്മാരും ഇവിടെ അല്ല കേട്ടോ, നമ്മൾ തന്നെ ഉള്ളൂ ഇന്ന് ഇവിടെ നാട്ടില്. എല്ലാവരും വർക്കിലാണ്. എറണാകുളം. മധുരം കഴിക്കൂലേ? ഇങ്ങോട്ട് വരി. ഓ നശോ ഫുള്ളടിച്ചു. അത്ര എന്നാ മതി ടോളെ. മധുരാണ്. ഇല്ല, രസമുണ്ട്, നല്ല രസമുണ്ട്. 28 വയസ്സായിട്ടമ്മ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഹർഷി എന്ന് പറയുന്നത്. ഹർഷി അങ്ങനല്ല, ഇങ്ങനെ പറഞ്ഞു, ഫുള്ള് പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഹർഷി. മൈ ഡിയർ ഹർഷി. ആ മതി കട്ട് ചെയ്തോ. 26 തികഞ്ഞ് 27 കേടാ. ഇന്ന് കല്യാണം നോക്കാൻ ടൈമായില്ലേ? ആ അതാണ് ഇന്നൊക്കെ കണ്ടില്ലേ, നടക്കണില്ലേ? അസറോ ആ സാധനം ഫ്രീസറിൽ കയറ്റി. ഏത് ചിക്കന് ആണോ? ആ അപ്പൊ എന്നാ നമുക്കൊന്ന് നമുക്കൊന്ന് കറങ്ങി തരാം. അപ്പൊ ഗൈസ് ഇനി ഫ്രീസറിന്ന് ചിക്കൻ എടുത്തിട്ട് കാണാം. ബൈ. ചിക്കൻ എടുത്തിട്ട് കാണാം, ഫ്രീസറിൽ കയറ്റി. ഓക്കെ ഇടയ്ക്കെന്താ മിക്കി വേറെ ഒന്ന് കൊണ്ടുണ്ടോ? ഞങ്ങളെന്നാ KFC ഒരു സേഫ്റ്റിക്ക് കഴിച്ചു വരാം. ഇജുണ്ടോ? അയ്യോ സേഫ്റ്റി ഉണ്ടാക്കുന്ന സേഫ്റ്റിക്ക് കഴിക്കാതെ പിന്നെ എങ്ങനെ ഞങ്ങൾ ധൈര്യത്തോടെ നിൽക്കുക ഇവിടെ? ഓളന്നെ ഒരു ധൈര്യം തരുന്നില്ല. അയ്യോ ഇത് സിംബ്രൈനർ. ഞാനൊരു പൊട്ടും കൂടി കേട്ടാ. അപ്പൊ കാര്യം ഞങ്ങൾ എന്താ വെച്ചാല് അങ്ങാടിക്ക് ഒന്ന് പോകണം, കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഒന്ന് വാങ്ങിത്തരാം. ടോയ്സ് ഒക്കെ എന്നാ വാ. അല്ലേ വേറെ ബർത്ത്ഡേ വരാണ്ടല്ലോ നമുക്ക്. ബർത്തിങ് വെറുതെ അപ്പൊ നമ്മൾ ഏതായാലും ചിക്കന് ഫ്രീസറിൽ കയറ്റിക്കണ്. അപ്പൊ നമ്മളൊന്ന് പിടിക്കാൻ എത്ര 2 മണിക്കൂർ റെഡി. ആ അപ്പൊ കഴിഞ്ഞിട്ട് നമ്മള് വീണ്ടും വരും. ബൈ ബൈ. ഇപ്പൊ നോർമലി രസം പൊരിക്കുമ്പോഴേ രസം ഉണ്ടാവല്. ചെയ്തു നോക്ക്. അല്ല ഒന്നേ ഷവായ കഴിക്കുമ്പോ നിങ്ങൾക്ക് ഇതുവരെ വെളിച്ചെണ്ണ ചോയ കിട്ടിയോ? അല്ല ഓളെ യൂട്യൂബത്തെ തീർത്ഥമായിരുത്തല്ലേ ചെയ്യണേ. അപ്പൊ അതേമാതിരി തന്നെ ചെയ്തോട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ ആ സൗണ്ടിനാണ് കാര്യം. ഷവായ ആണെന്ന് പറഞ്ഞ ചർച്ച. അപ്പൊ ഏതൊരു ആൾക്കാർക്കും വീട്ടിലിരുന്നു കൊണ്ട് മസാല ഷവായ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഇന്ന് നശ്വ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോ ഈ വലിയ വലിയ ഷവായക്കാർക്ക് ഒരു തിരിച്ചടി ആവുന്ന വരെ നമുക്ക് വീടുണ്ട് അല്ലേ? കാരണം എല്ലാരും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഷവായ കടക്കാർ എന്ത് ചെയ്യും? പിന്നെ ഷവായക്കാർ കടയിൽ പോലല്ലോ പോവില്ല. അപ്പൊ അർഷി ഗായ്സ് ഇവിടെ സേഫ്റ്റിക്ക് ഓൾറെഡി കുറച്ച് KFC ഇവിടെ പറഞ്ഞു വെച്ചിക്കണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും സേഫ്റ്റിക്ക് ഇവിടെ സാധനം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? മയണൈസ് ഉണ്ട്. ഇത് സവണപ്പോ ഒരർച്ച വിശക്കുണ്ട് കേട്ടോ സത്യം പറഞ്ഞ.
തൊഴിയാണോ അർച്ച? അടച്ചാ ഹൈ ഫ്ലെയിമില് 2 വിസിൽ. എങ്ങനെ ഹൈ ഫ്ലെയിമില് 2 വിസിൽ. 2 വിസിൽ മൂന്നായ കുഴപ്പമുണ്ടോ? ആ 3 ആ വീഡിയോയിൽ അങ്ങനെ പറയണല്ലേ? 2 വിസിൽ എന്താ സംഭവിക്കുക? പൊരിയാണോ? ആ എല്ല് തൊണ്ടയിലിട്ട് കാണുന്നു. അല്ല ഇത് കരിയേപ്പിന്റെ എല്ലാം എപ്പോഴും ഇതിപ്പോ അത് തിന്നു കഴിഞ്ഞാൽ എനിക്ക് ഷവായ കഴിക്കാൻ കഴിയില്ലോട്ടെ നശുവ. അത് തിന്നണ്ട. അത് തീക്കില്ലല്ലേ അപ്പൊന്നല്ലേ മയണൈസ് തിന്നോ കേട്ടോ. എല്ലാരും വരട്ടെ. നീ എന്താ ചെയ്യുന്ന? മയണൈസ് തിന്നട്ടാ. ഫുഡ് കഴിക്കുമ്പോ എല്ലാരും ഒരുമിച്ച് കഴിക്കുക, അതാണ് എന്റെ റൂള്. അതെ ഇതും കൂടി ആയിട്ട് ഇവിടെ കോഴി പൊരിച്ചുമ്പോ ഒറ്റക്ക് എന്ത് ചെയ്യുക, കോഴി പൊരിച്ചൊക്കെ തിന്നുക. ബ്രോസ്റ്റ് ഉണ്ടാക്കുമ്പോ അതിന്റെ 2 കോല് പീസ് തിന്നുക. അങ്ങനെ ഒരു സ്വഭാവം. എന്നിട്ട് ഒപ്പം തിന്നായിരിക്കുമ്പോ വിശപ്പ് മാറും. ആരാ പഠിപ്പിച്ചത്? വേഗം തീറ്റിച്ച ചവച്ചുകാണ്ട് ഡൈജസ്റ്റ് ആവാനുള്ള ഒരു ടൈം ഒന്നും ബാസിൽ കൊടുക്കലില്ല. അതെന്ത് അങ്ങനെയൊക്കെ എന്താ മോനെ എലോണാണോ നീ? ഞാൻ വെച്ചാല് ബാസിൽ ഒറ്റക്കാണ് ഫുഡ് കഴിക്കലാണോ? ബാസിൽഖാന്റെ പ്ലേറ്റിൽ കൈയിട്ടത് ഓർമ്മയുള്ളൂ. ഒരൊറ്റ പുടുത്തേക്കാരം. അതെന്തിനാ നമുക്ക് ബാസിൽഖാന്റെ പ്ലേറ്റിൽ നിന്ന് ഫുഡ് തരും. അതെന്തിനാ പിടിക്കണവരോ? പിടിച്ചിട്ട് ഈ ആ കയ്യിട്ട് വാരിയ സാധനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് എന്റെ വാരിത്തരാൻ. അല്ല തരൂല. അതിനാണത്. അതിനല്ലോ അതിനെ അടിച്ചാ ഇനി ഒന്നും കൈയിട്ട് വാരിക്കോണ്ടി. എനിക്കൊറ്റ കാര്യത്തിൽ ദേഷ്യമുള്ളൂ. എനിക്കൊറ്റ കാര്യത്തിൽ ഫുഡ് കഴിക്കുമ്പോൾ ദേഷ്യമുള്ളൂ. എങ്ങനെയാണോ, നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നമ്മളെ കൂട്ടത്തിലൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ നമ്മൾ എന്താ വേണ്ടി ചോദിക്കും ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ. അപ്പൊ വേണ്ട ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഇത് എനിക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും പറഞ്ഞു എനിക്കൊന്നും വേണ്ട. നമ്മളെന്ത് ചെയ്യും, നമ്മൾ നല്ല വിശന്നിട്ടേക്കാരം നിൽക്കണേ. നമ്മൾ വേണ്ട നല്ല ഫുഡ് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അപ്പോണ്ട് വരും ആടാ ഓ ബ്രോസ്റ്റ് ആണ് ഒരു ബ്രസ്റ്റ് പീസ് അടിക്കാറ് അണ്ട് ചെന്നില്ല. കാരണം നമുക്ക് പഠിക്കും ഫുഡ് ഓർഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഒരുമിച്ച് തന്നെയല്ലേ ഫുഡ് കഴിക്കല്. അപ്പം ഒരുമിച്ച് ഓർഡർ ചെയ്യുമ്പോൾ ഇവർക്ക് ഓർഡർ ചെയ്താൽ മതി. പക്ഷെ ഓർഡർ ചെയ്യുക അത് ഉണ്ടാതിരിക്കും. എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിൽ കജ്ജിടുമ്പോണ്ടല്ലോ ചെന്നിയാവും. അതേപോലെ എനിക്ക് ഞാൻ ചോറ് നമ്മളൊക്കെ ഇത് ഇന്ന സമയത്ത് തിന്നാനേ ഇത് ഇന്ന സമയത്ത് ഇങ്ങനെ മൈൻഡിൽ സെറ്റ് ആക്കി ഇങ്ങനെ മാറ്റി വെക്കും. പക്ഷെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാല് ആ മാറ്റക്കലൊക്കെ ഞാനും ഇങ്ങനെ മാറ്റി വെക്കും. കാരണം ആ ടൈമിലൊന്നും കഴിക്കൂല. അല്ല അത് മനസ്സിലായി. അപ്പൊ എനിക്കങ്ങനെയാണ്. അപ്പൊ അത് ആ കണക്കൂട്ടൽ തെറ്റുമ്പോ ഒരു ഇറിറ്റേഷൻ വരാണ്ട് അത് ഭയങ്കര പ്രശ്നമാണ്. കണക്കൂട്ടലിൽ തെറ്റുമ്പോ അല്ലേ എടി. നേരെ മറിച്ച് ഇന്നോട് ചോദിച്ചുകൊണ്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമല്ല. ചോദിച്ചാതുണ്ടല്ലോ ഒന്നാണ്ട് എടുക്കല് അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അടച്ചേക്ക് മിക്ക വരുന്നുണ്ടേ. ഇത് ഒരു വിസിൽ കഴിഞ്ഞിട്ടോ. വിസിൽ വന്നോ? അതിനിത് വിസിലാവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടി ലീക്കിംഗ് ഉണ്ടല്ലോ, എയർ ലീക്കിംഗ്. അങ്ങനെ വിസിൽ വരുമോ? വരുമോ? ഒന്ന് നോക്കട്ടെ. വരുന്നുണ്ട് കുഴപ്പമില്ല വരും. മാസ്റ്റർ ഷെഫിനെ വിളിക്കാൻ എന്തിനാ അങ്ങോട്ട് ഇവിടെ ഉണ്ടല്ലോ. ഓ ബിഗ് ഗ്രാൻഡ് മാസ്റ്റർ. കുക്കറിൽ വെച്ചിക്കണ് 2 വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കാരണം ഇത്രയും നേരങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട എഴുതിയിട്ടാണ്. പിന്നെ ഫുഡ് കഴിച്ചു നോക്കണ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. കോളാവാണെന്നുണ്ടെങ്കിൽ ആ വ്ളോഗ് അപ്പം ഉണ്ടാവും. കോളായിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും റിവ്യൂ പറയാം. അപ്പൊ അപ്പം ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുക ഫുഡ് പോരാന്നുള്ളത്. നിങ്ങളവിടെ അങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടോ. അപ്പൊ നമ്മളെന്തായാലും കാണിച്ചു തരാം. എന്തിന് നല്ല റിവ്യൂ ഞങ്ങൾ പറഞ്ഞാലും അർശി പറയൂല. അർശി ഉള്ളത് വരെ പറയുന്ന ആളാട്ടോ. എനിക്ക് അത് കരിയും എന്നാണ് എനിക്ക് തോന്നണത്. പക്ഷെ ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിക്കണ്. സൂപ്പർ. ഇത് ഫുൾ ഫ്ലെയിമിലിട്ട് നശുവാ ആണോ? ഒന്നട്ടോ അതിന്റെ അടിയിൽ കുറച്ച് എണ്ണ ഇട്ടിട്ടുള്ളൂ. അല്ല നോക്കി നോക്കാം നമുക്ക്, ചിലപ്പോ പറയാൻ പറ്റില്ല. ആ വീഡിയോയിൽ ഞാൻ അങ്ങനെ തന്നെ കണ്ട്. അങ്ങനെ തന്നെ ഇടാ നോക്കാം. ഒന്നായി. അപ്പൊ രണ്ടാമത്തെ ഉപ്പ് വരും. എന്നാ കട്ട് ചെയ്യണ്ട. അപ്പൊ ഗൈസ് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ സെക്കൻഡ് വിസിൽ. ഇല്ല ഇനി മറച്ചിടണം. കഴിഞ്ഞു. ഇനി ഇത് ഉള്ളിൽ വേകാൻ ടൈം കൊടുക്കണം, റെസ്റ്റിംഗ് ടൈം കൊടുക്കണം. ഇത് ഫുള്ള് വിസിൽ പോവോളം. ഇതാണ് നെക്സ്റ്റ് ഉണ്ടാക്കിയ ചാറിൽ മുക്കിയ ഷവായ. നോക്കട്ടെ എന്ത്
അല്ല ഞാൻ പറയട്ടെ, ഇതെടുത്തിട്ട് കുത്തി ചോദിക്കണേ ഇനി അടുത്ത ഐറ്റം എങ്ങനെയാണ് പറഞ്ഞത്? ഒരു വിസിലും കൂടി വേണ്ട, ഇത് വന്നിക്കണ്. ഇനി അടുത്ത ഐക്കിടുമ്പോ പോയി വേവും. ഇനി അടുത്തെന്ന് വെച്ചാൽ നെക്സ്റ്റ് ചട്ടിയിലിട്ട് ഇത് പൊരിക്കാണ്. അപ്പൊ എങ്ങനെ ചവായാവും? അത് ഫ്രൈ ചിക്കന് പൊരിയാവൂലേ? എന്താ വെച്ചാൽ നമ്മളെ പെരിയിലൊക്കെ കോഴി പൊരി എന്താ വെച്ചാൽ ഇമാരൊക്കെ വെട്ടി ചെറിയ കഷ്ണാക്കിയിട്ടാണ് തരല്. ഇതെന്ന് വെച്ചാൽ ഒരു ഫുൾ കോഴി അങ്ങനെയാണ് പൊരിക്കാണ്. എന്നിട്ട് ഓളന്നെ പേരിട്ടു, ഇതാണ് ഷവായ. കുറച്ച് മസാല ഒക്കെ ഏറ്റ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ കൊണ്ട് പേസ്റ്റ് ആക്കിക്കൊണ്ട് അതിന്റെ മേലെ കൊണ്ട് തേച്ചിട്ട് മസാല ഷവായ ഉണ്ടാക്കി. സാധനം ടേസ്റ്റ് ഉണ്ടാവും അല്ലേ എടി? നെയ്യോ? ഇതെന്താ ബിരിയാണി ഉണ്ടാക്കുക? ഇത് കയ്യിൽ നിന്ന് പോയിട്ട് വാസല. ഇത് വേറെ തന്നെ ലീഗിലൂടെയാണ് നിശ്വർ ട്രാവൽ ചെയ്യണത്. ഇത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രേ ചെയ്തു. അവസാനഘട്ട പൊടിക്കൈകളാട്ടോ അതൊക്കെ. എല്ലാരും ശ്രദ്ധിച്ചു. പെരിയിലുള്ള എല്ലാ എണ്ണയും പെട്ടു. ഞാൻ ഇട്ടരണോ? ഞാൻ മറിച്ചിടണോ? അത് കൂടി ഈ മൈക്ക് കൂടി. വെന്തിട്ടില്ലേ ചിക്കന്? വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ചിക്കൻ മാത്രം. എടി അതെങ്ങനെ പൊരിയ? എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ചിക്കൻ നിന്ന് പൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നില്ല കണ്ടറിയണം. അർഷിയേ അതെ, ഷവായ നോക്ക് മുത്ത. ഇവിടെ വന്നോക്ക്. ആ എണ്ണ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം. മറിച്ചിടണ്ടേ നമുക്ക്? എന്നാ മറിച്ചിട്ട് ഇവിടെ മറ്റേ ഉണ്ടോ അങ്ങനെ ചുറ്റണം? ഞാൻ കൊണ്ടത് എങ്ങനെ അറിയോ? എന്തായി? പൊരിഞ്ഞോ? ഈ ഉൾഭാഗം കഴിക്കണോ? അതൊക്കെ ഉള്ളോ? പുള്ളിയോ? അതിനൊക്കെ അടുക്കളയിൽ കിടക്കൊക്കെ കയറി പരിചയമാണതൊക്കെ ഇങ്ങനെ പിച്ചുകാണ്ട് ഇതൊക്കെ ഇങ്ങനെ കയ്യിൽ കൊടുത്തിട്ട് ക്യാമറയുടെ ബാക്കിൽ എടാ അത് സീനായിട്ടോ. വളരില്ല. അതെ, എന്നുണ്ട് അർഷിയെ? ആയിട്ടില്ല. ഇപ്പൊ തന്നെ തിന്നാൻ നിന്ന് കഴിഞ്ഞാല് ഇനി അതിന്റെ മേലെ മസാല ഇടണം. ഒരു വിസിലും കൂടി വേണ്ട. ഇത് ഷവർമ്മ ചെയ്യാ. അപ്പൊ അതിന്റെ എത്രയും ഭാഗം എടുത്തുണ്ടായിട്ട് അർഷി. ഒരു വിസിലും കൂടി അടുപ്പിക്കണം. എന്താണോ? ഒരു വിസിലും കൂടി ഏ? വേണം. കുറച്ചുകൂടി വേണം. വേണ്ടോ? അപ്പൊ എന്താ ഇടണ്ടേ? ഒന്നുകൂടി വിസിലടിക്കണം. കുക്കറിൽ എടുത്ത് തീക്കാൻ തരുമോ? ഇതിന് വേണ്ടിയില്ല. അങ്ങനെ ഒരു വയലിലോ ഒരു 2 വിസിലാണല്ലോ അടുപ്പിച്ചത്. അതെ. ഓരോ നാട്ടിലെ ചിക്കന് ഭയങ്കര എന്താണ് അതെന്താ ഡിഫറൻസ് അറിയോ? ചിക്കനൊക്കെ അല്ല ഓരോ ദിവസം ഫുള്ള് വെച്ചിക്കണേ. അപ്പൊ തന്നെ ചിക്കൻ മസാല ഒന്ന് ഇതാവുമല്ലോ. ആ പൊതിരുമല്ലോ. എന്നിട്ട് ഒരു ദിവസം ഫുള്ള് ഫ്രീസറിൽ വെച്ചിരിക്കണം. ആ അപ്പൊ ഒന്ന് പൊതിരും. ഇതിപ്പോ നമ്മളിപ്പോ ഒരു 1 hour ആയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതിനെ പൊതിർന്ന് മസാല ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മള് 1 hour അല്ല, 6:30 വെച്ചിട്ട് 8 മണിക്ക് എടുക്കണം. 1.5 മണിക്കൂർ. ചോദിച്ചതാണ് ഇപ്പം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചോറിലേക്ക് പോയിട്ട് മസാല വെച്ചാൽ ഫ്രിഡ്ജിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച വെച്ച് കഴിഞ്ഞാലേ അങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ പോവാണ് 4 ദിവസം കഴിഞ്ഞാൽ. പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ പോവാട്ടോ. പിന്നെ
അപ്പൊ ഞങ്ങൾക്ക് മിസ് ചെയ്യും. ഈ മസാല എന്തിനില്ല? ഈ മസാല അതിനെ കുറിച്ച് കുക്ക് ചെയ്യണം. കേൾക്കൂല അതിന്റെ അടുത്ത് മൈക്ക് ഇങ്ങോട്ട് കാട്ടും. ബീഫ് ആണോ? അത് എടുത്തൊക്കെ എന്താ സേഫ്റ്റിക്ക് ആവശ്യമുണ്ട്. കുറച്ച് തന്നെ ആവശ്യം വരും മിക്കവാറും അല്ലേ? അതെ. ബോസല്ലേ കുക്കിംഗ് സ്കില്ല് അറിയുന്ന ഒരു കുട്ടിയാട്ടോ അത്. പരിപാടി അറിയാം. പക്ഷെ ഓൾ ഇത്രയും കാലം പല സാധനങ്ങൾ ഉണ്ടാക്കിക്കണെങ്കിലും ലാസ്റ്റ് അത് എൻ്റെ എത്തിക്കുമ്പോ ഓളെ വൃത്തിക്കാക്കി കാരണം ഇവിടെ എവിടെയോ അജിനാമോട്ടൻ എന്തോ ചാക്കുണ്ട്. ലാസ്റ്റ് അത് എന്തെങ്കിലും കിട്ടാൻ ടേസ്റ്റ് ആക്കുന്നുണ്ട്. എത്ര കിലോനാ വാങ്ങിച്ചിട്ടുണ്ട് അജിനാമോട്ടോ? നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവാനാണ്. നെയ്യോ ടേസ്റ്റിനല്ലേ? ആരോ ഏതോ വീഡിയോയില് പറയണ നെയ്യിട്ടാല് ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളത്. ഇത് കഴിക്കൂലേ? 2 വിസിലടിച്ചോ? ഞാൻ അത് അപ്പുറത്തേക്ക് ഇട്ടോ. എന്റെ സ്കില്ലാണത്. എന്റെ മറച്ചിലോണ്ടായതപ്പത് വെള്ള ഷർട്ടുമായോ? എന്റെ വെള്ള ഷർട്ടുമായി. ഞങ്ങളോട് പറഞ്ഞില്ലേ കുപ്പായം മാറ്റാൻ? എന്റെ അമ്മക്ക് ആകെയുള്ള ഒരു പരാതി, ഞാൻ വെള്ള ഷർട്ട് എടുക്കണില്ല. കാരണം ഞാൻ വെള്ള ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു പുള്ളിയാവും. ബാക്കിയുള്ള ഒരൊറ്റ ഷർട്ടുമ്മിൽ ഒന്നും ആവൂല. ഞാൻ പറയട്ടെ, ആർക്ക് തോന്നിക്കണോ? നമ്മളിപ്പോ ഒരു വെള്ള ഷർട്ട് എടുത്ത് ശ്രദ്ധിച്ചൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാം, അപ്പോഴും ആവും. മറ്റേത് നമ്മൾ ഏത് കളർ എടുത്താലും ശ്രദ്ധിക്കാതെ വാരി വലിച്ചെന്നാ ഒന്നും ആവും. അതെന്താ അങ്ങനെയാന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെയാണ്. അതൊക്കെ ഇതിന്റെ ഒരു നാക്കാണ്. അർഷി നിരീക്ഷിക്കാട്ടോ. റിയൽ ഫുഡാണ് അർഷി. എന്തായി ഇതെന്താ ഇത് മാത്രം കുക്ക് ചെയ്യേ? അപ്പൊ സുഹൃത്തുക്കളെ കുറച്ച് മസാല എണ്ണ നെയ്യൊക്കെ പാർന്നാണ്ട് മസാല മാത്രം കുക്ക് ചെയ്യാട്ടോ. മസാല ഷവായിക്കുള്ള മസാലയാണോ? ലാസ്റ്റ് അതിന്റെ മേലെ കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കാനേ കരുതേ. സാധാരണ കടയിൽ ഷവായ അത് കറങ്ങിങ്ങാണ്ട് ആ ഗ്രില്ലുമെന്ന് ഇങ്ങനെ ഉറ്റണതാണ് പോലും മസാല ആയിട്ട് നമുക്ക് അതിന്റെ മേലെ കൂടെ ആക്കി തരല്ലേ. ഇതിപ്പോ നമുക്ക് ഗ്രില്ലുമെന്ന് ഉറ്റാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മസാല സെപ്പറേറ്റ് വേറെ ചട്ടിയിൽ എന്ത് ചെയ്യണേ മെത്ത് കറിച്ചോ. അപ്പോൾ കുറച്ച് മസാല വേറെ ചട്ടിയിൽ കുക്ക് ചെയ്യണം കേട്ടോ. അതിന്റെ മേലെ കൂടെ ഇങ്ങനെ ലാസ്റ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിട്ടെന്നോ എടിയാ മതി. ഉറക്കണുണ്ടല്ലോ, ഉറപ്പിടുന്നുണ്ടോ? പിന്നെ എണ്ണയിലിട്ട് പൊരിച്ചല്ലേ, ഉറപ്പിടൂലേ? ടൈറ്റായി വരുന്നുണ്ട്. എണ്ണയിലിട്ട് പൊരിച്ചപ്പോ ഉറപ്പിടൂലേ? അല്ല ടൈറ്റായി വരുന്നുണ്ട്. എടി പൊട്ടി തെറിച്ചിട്ടുണ്ടോ? അതിന്റെ സ്പീഡ് കുറച്ചാ തീന്റെ ഇത് ഫുള്ള് നിറച്ചാ ആ ചമ്പരം കൂടെ നോക്ക്. എപ്പോഴത് കിട്ടുക കഴിക്കാന്? കുറെ നേരെ വാട്ടർ പിടിച്ചു. ഞങ്ങൾ ഇടക്കര പോയി 2 മണിക്കൂർ പോയിട്ടുണ്ട്. എപ്പോഴാ തുടങ്ങിയത്? 6 മണിക്കൂർ. ഞാൻ ടൈം 8:45 2-2.5 മണിക്കൂറായിട്ടോ പരിപാടി തുടങ്ങിയിട്ട്. പീടിയെ പോയിട്ട് ഷവായ ഓർഡർ ചെയ്തതിൽ 10 കിട്ടി. ഇത്രയും ചെലവില്ലേ? ഇതൊരു ഫുൾ കോഴി വാങ്ങി ചെയ്ത് ഇത്രയും മസാലകള്, വൻ ചെലവും പിന്നെ എന്റെ ആറ്റിറ്റ്യൂഡും കാണണ്ടില്ലേ? വേഗം നോക്കിഞ്ഞ് എന്റെ മസാല ഷവായനായി എടുക്കാൻ വെക്കല്ല. പിന്നെ ഇതിന്റെ മെഷീനിക്ക് ഇടുന്നത് ഉപ്പ് ഇടണം. ഉപ്പില്ലല്ലോ, ഉപ്പില്ലല്ലോ. ആ ഒരു പൊടിക്ക് ഉപ്പ് അമ്മയുണ്ട്. എടി അതിക്ക് ലേശം ഉപ്പ്. അറശി ഇത് തുറന്നിക്കണോ? ഇനി ഫുഡ് പോലെ അറച്ചിനെ പറയാൻ പറ്റും. ഓളോട് ചോദിക്കാതെ അറച്ചി തുറന്നു. ഇനി പൊരിക്കുന്നേ നെയ്യ് 4 കിലോ നെയ്യും കൂടി വിറ്റി കഴിക്ക്. എന്നിട്ട് പൊരിച്ചുകൂടുക. അപ്പൊ എന്തായാലും ടേസ്റ്റ് വരുമല്ലോ. നെയ്യ് വേണോ? പോത്തിന്റെ നെയ്യോണ്ട് ചിക്കൻ ഉണ്ടാക്കുക. എനിക്ക് ലോജിക്ക് മനസ്സിലായിട്ടില്ല. കണ്ടോ പരനോക്ക്. എടി നെയ്യ് അധികം പോത്തല്ലോ. ഇനിയിപ്പോ അത് ട്രോളാൻ വരണ്ട. പശു പോത്തുമ്പോ നെയ്യ് ഉണ്ടാവില്ല. ഒന്നിനും വയ്ക്കാത്തൊരു പാവം കുട്ടി. ഇത് പിടിച്ചാ മൈക്ക് പിടിച്ചു കൊടുക്കും. ഇതെങ്ങനെ? ഈ ഭാഗമാണോ അടിയിൽ വരേണ്ട? ഈ ഭാഗമാണോ? ഇപ്പൊ ഉള്ള പോലെ തന്നെ തിരിച്ചിടാം. എൻ്റെ മേത്ത് കത്തിറച്ച എത്ര നേരം പൊരിയണം? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പൊരിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ പറഞ്ഞപ്പോ ഫുള്ളേക്ക് പറഞ്ഞോ?
എടി അതിന് പുക പോകണ്ടല്ലോ പുക പോകണ്ട അർഷി നോക്കിയാ ലാസ്റ്റ് പുക പോവുക പിന്നെ അടുപ്പത്ത് വെക്കണ അടി ചട്ടിന്റെ അടിയിൽ നിന്നല്ല പുക പോലെ ഇത് ചട്ടിയുടെ ഉള്ളിൽ നിന്ന് പുക പോണതേ ചട്ടിന്റെ അടിയിൽ നിന്ന് പുക പോയി തീയത്തുമ്പോ ഇത് ഇങ്ങോട്ടൊക്കെ ഈ ഇറച്ചിമെന്നാണ് പുക പോണത് എന്തോ ഇപ്പോൾ വന്നിട്ടില്ല ഉള്ളിലേക്ക് മസാല ഇട്ടില്ല നമ്മളുടെ മസാല ഷവായി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡിലെ ഗുരുനാഥൻ ഇവിടെ ഉണ്ട് അർഷി. അപ്പോൾ അർഷി കഴിച്ചു നോക്കിയിട്ട് തന്നെ അതിൻ്റെ ഒരു റിവ്യൂ അർഷി പറയേണ്ടതാണ്. ഞാനാ കഴിയേണ്ട പറയുള്ളൂ. എന്തേ ഇജ് കഴിക്ക്, ആദ്യം കഴിക്ക്. നെക്സ്റ്റ് ഉണ്ടാക്കണതിനൊക്കെ പിന്നെ ഒരു പ്രത്യേകത ഭാഷയിൽ നേരത്തെ പറഞ്ഞേരി ലാസ്റ്റ്ക്ക് സംഭവം കറക്റ്റായി വരലുണ്ട്. ഇത് വെന്തിട്ടില്ല തോന്നുന്നു കേട്ടോ. ഏത് വെന്തിക്കണല്ലോ? ഇത് ലെഗ് വെന്തിട്ടില്ല. മസാല രസമുണ്ട്. മസാല രസമുണ്ട്. ഉള്ളിക്കായിട്ടില്ല നമ്മൾ. ഉള്ളിക്കാ നമ്മളത് ചെറിയ ടൈം കൊടുത്തില്ലല്ലോ. അപ്പൊ മസാല കൂട്ടിക്കണം. മസാല കുറച്ച് കുക്ക് ചെയ്യണം. കസാര എടുക്ക്. ഒന്നുകൂടി കുക്ക് ആക്കണം. വേണ്ടേ? അപ്പൊ ഗായ്സ് സാധനം രസമുണ്ട്, മസാലയൊക്കെ രസമുണ്ട്. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് മസാല തേച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഒരു ടൈം നമ്മൾ വല്ലാതെ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ മസാല പിടിച്ചിട്ടില്ല. ഉള്ളിൽ നമ്മൾ സാധാ മസാല ഒന്നും പിടിക്കാത്തൊരു കോഴി എങ്ങനെയാണ് തിന്നത് അതേമാതിരി തന്നെയാണുള്ളത്. അതുകൊണ്ട് ഫുൾ പ്യൂർ വൈറ്റ് എടുക്കണം. അതേമാതിരി ഉണ്ടാക്കി നോക്കണോല് നല്ല ടൈം എടുക്കാം. നല്ല ടൈം അല്ലെങ്കിൽ നല്ലോണം ഓട്ട കുത്തി 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 ഇൻജെക്ട് ചെയ്ത് കൊടുക്കണം. ഉള്ളിലേക്ക് നല്ലോണം കൈകൊണ്ട് തന്നെ ആക്കി കൊടുക്കണം. സുഹൃത്തുക്കളെ നമുക്ക് നെക്സ്റ്റ് ഉണ്ടാക്കി തന്നത് ഷവായ ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ അർജന്റ് കുട്ടിയുണ്ട് പിന്നെ 1.5 മണിക്കൂർ സമയം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് മസാല അല്ല അത് സക്സസ് ആവുന്നുള്ളത് മനസ്സിലായി. എങ്ങനെ വെച്ച് കഴിഞ്ഞാല് സക്സസ് ആയിക്കണ്, പക്ഷെ ഇത് വെന്തിട്ടില്ല. ഇത് സക്സസ് ആവുമെന്ന് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാല് മസാല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ മസാല വെച്ചിട്ട് തന്നെ നമ്മൾ ഒന്നുകൂടി കുറെ നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, നമ്മുടെ കുക്കറിലില്ലേ കുറേ മസാല ഉണ്ടാക്കിയിട്ട് ആ മസാല ഫുള്ള് നിറക്കണം തോന്നുന്നു. എന്നാലും മസാലൻ്റെ ഉള്ളിൽ കടന്ന് വേകുത്. ഇത് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നത്. നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ ട്രൈ ആക്കുക. അപ്പോൾ ഗൈസ് അപ്പൊ ട്രൈ ചെയ്യണമല്ലേ ഞാൻ പറയുമ്പോൾ അതാ ശരിയല്ലടി ഒരു ദിവസം പറ്റുമെങ്കിൽ വെച്ച് വെക്കുക അല്ലേ. 24 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ മസാല തേച്ചുകൊണ്ട് വെക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഇറങ്ങും. എന്നിട്ട് ചെയ്താലും നിങ്ങൾക്ക് പക്കറ്റ് കിട്ടിക്കയറും. നമുക്ക് നമ്മൾ ആ 1.5 മണിക്കൂർ വെച്ചിട്ടുള്ളൂ. അല്ല വെന്ത് പാകണം തോന്നണേ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ എന്ത് ചെയ്യാണ്, എൻഡ് ചെയ്യാണ്. അപ്പോൾ ചാറ്റാ ബൈ. അപ്പൊ പുതിയ വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ഇതൊരു കളിയാക്കാൻ മാത്രം ഒന്നുമില്ല. ഇത്ര ചെയ്യണില്ലേ അതിന് വലിയ ആ കളിയാക്കണവർ എന്താ ചെയ്യണമെന്നുള്ളത് ഓലൊന്നും ഇരുന്ന് ആലോചിക്കട്ടെ. ആരും കളിയാക്കൂല. ഫുഡൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പം ഓവറായിട്ട് കിട്ടും. അതായത് ഒരു സംഭവം എനിക്കറിയാം, ഫുഡില്ലാത്തപ്പോൾ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. അതായത് വെറൈറ്റികളൊന്നും ഉണ്ടാവില്ല. വെറൈറ്റികൾ കിട്ടുമ്പം ഫുൾ വെറൈറ്റികളാവും ചെയ്യും. പൈസ ഇല്ലാത്ത ടൈമിന് ഒരു പൈസ ഉണ്ടാവില്ല, കിട്ടുമ്പോൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞില്ല അതേമാതിരി. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും ബൈ പറഞ്ഞ് പോയതാണ്. അപ്പോൾ അങ്ങനെ ബൈ പറഞ്ഞിട്ട് വീഡിയോ കട്ടാക്കി പോയത് വൺ നഷ്ടാട്ടോ വരാൻ മോള്. ഇപ്പം ഞങ്ങൾ പലതും കഴിച്ചു, ഒന്നും ഞങ്ങൾ പറയാൻ പറ്റൂല. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൻ്റെ ഒരു വമ്പൻ പരിപാടി വരാൻ പോകുന്നുണ്ട്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആ വമ്പൻ പരിപാടിക്കുള്ള ഫുഡ് ടെസ്റ്റിംഗ് ആണെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ടീമിൻ്റെ പേരെന്താണ്? ഗ്ലോബൽ ഡൈനിങ്ങിന്റെ മുതലാളിമാരായിട്ട് ഇരിക്കണേ. നിങ്ങൾ എവിടെയാണ്? മലപ്പുറം ബേസ് ചെയ്തിട്ടാ. അപ്പോൾ നമുക്ക് ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇവിടെ എല്ലാ ആളേക്കാരും ചിലപ്പോൾ ഇല്ലാത്ത ആൾക്കാരേക്കാരും ആരുടെ പരിപാടിയൊക്കെ നിങ്ങൾ ഗസ് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെയാണ് ഇത് എന്ത് ചെയ്തിരിക്കണത്, നേതൃത്വം വഹിക്കാൻ വേണ്ടി മുന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ കഴിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാവുന്ന രൂപത്തിൽ. അപ്പൊ നമ്മൾ ആദ്യം എന്താ കഴിക്കാൻ പോണെന്ന് വെച്ചാല് ആദ്യം കഴിക്കാൻ പോണെന്ന് വെച്ചാൽ ഇതിന്റെ പേരെന്തേനു? പയ്യോളി ചിക്കൻ. അതായത് ഇതിനുള്ളിൽ ഒരു മഞ്ഞ തേങ്ങാക്കൊത്ത് തന്നെയല്ലേ, ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് 4 കരിവേപ്പിൻ്റെ ഇട്ടിട്ട് ഒരു 4 പച്ചമുളകൊക്കെ ചീന്തിട്ട് ഒരു വെറൈറ്റി ചിക്കൻ. അങ്ങനെയാണ് ഈ ഒരു സാധനം ബിൽ സെറ്റ് ആക്കിയിരിക്കണത്. അപ്പോൾ ഞാൻ അപ്രൂവ് ചെയ്തു. ഓക്കെയാണ്. ഇനി നമുക്ക് ഈ ഒരു ഭണ്ഡാരം പൊട്ടിച്ച് നോക്കാം. ഇതിലെന്തൊക്കെയുള്ള മുത്ത? കുട്ടൻ ബിരിയാണിയാണ്. കുട്ടൻ ബിരിയാണിയാ? ഇതെങ്ങനെ സാധനം ഉണ്ടല്ലേ.
ഒരു പ്ലേറ്റ് ഇതിലെന്താ സോസ് ഒക്കെ ഉണ്ടോ? സാലഡ്സ്. ഓക്കെ, എല്ലാം കുറച്ച് എടുക്കാം. ഇത് എടുക്കാൻ കയ്യിലുണ്ടല്ലേ? ആ അതറോ കയ്യിലെടുത്തേരാ ഒരു 5 മിനിറ്റ്. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആരെ പരിപാടിയാണെന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഗസ് ചെയ്യുക. ചിലപ്പോൾ ആളിൻ്റെ മുന്നിലുണ്ടായേക്കാം, ചിലപ്പോൾ ആളിൻ്റെ മുന്നിൽ ഇല്ലാതെ ആയേക്കാം, എന്തും സംഭവിച്ചേക്കാം. പക്ഷേ നിങ്ങൾ കമൻറ്റിൽ ഗസ് ചെയ്യുക എന്തായാലും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല ചെക്കന്മാരട്ടോ, എനിക്ക് ഇഷ്ടമായി. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടാം വട്ടമാണ് നമ്മളെ കാണാൻ വേണ്ടി. ഇതെന്താ കുറവായിക്കണേ? ഇതൊന്ന് കുറവായിക്കണേ? ഒന്നുമില്ല. ഇവിടെ രണ്ടാം വട്ടമാണ് നമ്മളെ അടുത്തേക്ക് നമ്മൾ ഓലെ വിളിച്ചു വരുത്തിയുള്ളത് ഇവർ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ. പക്ഷേ രണ്ടാം വട്ടം ഇവർ വന്നപ്പോൾ ഫുൾ ഫുഡായിട്ട് വന്നു കേട്ടോ രണ്ടാം വട്ടം. അപ്പോൾ ഇങ്ങനെയൊക്കെ ടെസ്റ്റിങ്ങിനടക്കം ഫുഡും കാര്യങ്ങളും കൊണ്ടാണ് ഇവരെ ടീം അടക്കം വരുന്നത്. സഞ്ചരിക്കണ തന്നെ ഫുഡും കൊണ്ടാണ് ഇവർ. അപ്പോൾ നിങ്ങളെ കമ്പനീൻ്റെ പേരെന്തേന്? ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഗ്ലോബൽ ഡൈനിങ്. ഡൈൻ ഇന്നാണോ ഡൈനിങ് ആണോ? ഡൈനിങ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ട്രൈ നടത്തുകയാണ് ഫുഡ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ബാസിൽ കഴിച്ചു നോക്കാം അത്. അല്ല ഒറ്റ കയ്യിൽ കഴിച്ചു നോക്കിയാൽ മതി. ഇപ്പം ആ എല്ലാവർക്കും ഒന്ന് അതിൽ നിന്ന് കഴിച്ചാൽ മതി. അപ്പോൾ ചിലപ്പോ ഈ വ്ളോഗിൽ കഴിക്കാതെ നിൽക്കുന്ന ആളും ആവാം. ആ എന്താ പേടിച്ചപ്പോ രസമുണ്ട്, നല്ല രസമുണ്ട് അല്ലേ? നല്ല രസമുണ്ടോ? തൈരുകളും ഇതൊക്കെ തരാം. ഹർഷിയെ കഴിക്കണ്ടേ? റിവ്യൂ കിട്ടുമോ? ഇജ്ജിന് കഴിക്കണേ? ഞാനോ? അല്ല, പുതിയാപ്പിളൊക്കെ നോർമലി വേറെ ഫുഡ് ഉണ്ടാവും, അതോ ഈ ഫുഡ് തന്നെ പുതിയാപ്പിള കഴിക്കുക? ഇത് തന്നെ കഴിക്കുക? അങ്ങനെയാണെങ്കിൽ മിക്കജ് കഴിച്ചോ. തൈരൊക്കെ ഞങ്ങൾ വർക്ക് കഴിഞ്ഞാൽ ചിലപ്പോ ഫുഡ് ഉണ്ടാവില്ല കേട്ടോ. തൈര് മാത്രം എടുത്തു. ഈ തൈര് വ്യത്യാസം ഉണ്ടല്ലോ, ഇത് നല്ല പുളി ഉണ്ടല്ലോ തൈര്. പുളിച്ചല്ല, തൈര് രസമുണ്ട്. ബിരിയാണി സീനടാ, രസമുണ്ട്. മാഷാഅല്ലാ, അടിപൊളി. ലമിക്ക. അപ്പൊ മെയിൻ കോഴ്സ് നമ്മളിപ്പോ കഴിച്ചു നോക്കി. മെയിൻ കോഴ്സിൽ നമുക്ക് ടെൻഷൻ ഇല്ല, നമുക്ക് ഏൽപ്പിക്കാം അല്ലേ? എൻ്റെ അപ്രൂവൽ കിട്ടണം. ആ ഓക്കെ. ഒന്നും പറയാല്ല. ഇത് രസമുണ്ട്. സൂപ്പർ. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി അല്ല ഒരു ഫുഡ് കൊണ്ടുവരുന്നുണ്ട്, അതറിയാം. പക്ഷെ ഒരു അണ്ടാവ് മൊത്തം കൊണ്ടുവരുന്ന ആലോചിച്ചില്ല. ചെറിയ മറ്റേ ബോക്സിൽ പന്തല്ല മഴക്കാലം ഷീറ്റ് അപ്പൊ ഗൈസ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യട്ടോ. ബൈ ബൈ.